കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ലീല പേടിച്ച് ശങ്കറിന്റെ വീട്ടിന് പുറത്തേക്ക് വരുന്നതാണ്. ശങ്കർ അവളോട് മോശമായി പെരുമാറിയെന്ന് അവൾ കുമാരിയോട് പറയുന്നു. കുമാരി ദേഷ്യപ്പെട്ടുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നു. ഉള്ളിൽ ശങ്കർ ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. അവൾ പേടിച്ചു ശങ്കറിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാവരും അവിടെ നിൽക്കുന്നു. ശങ്കറിന്റെ ഭാര്യ ലീലയോട് ഇങ്ങനെ ചോദിക്കുന്നു. ലീല, എന്താണ് പറ്റിയത്? ഞാൻ നിന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ മദ്യപിക്കുകയായിരുന്നു ശങ്കർ. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ശങ്കർ, നീ കുടിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും. വരൂ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ, അയ്യേ, നിങ്ങൾക്ക് നാണമില്ലേ എന്നെ വിളിക്കാനെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയായിരുന്നു. അവർ എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരെ തള്ളിയിട്ടു. ചിലപ്പോൾ അതുകൊണ്ട് വീണിട്ടുണ്ടാകും അവർക്ക് പരിക്ക് പറ്റിയത്. ലീല ഇങ്ങനെ പറഞ്ഞപ്പോൾ കുമാരി ഇങ്ങനെ പറയുന്നു. പക്ഷേ എന്റെ ഭർത്താവിന് കുടിക്കുന്ന ശീലമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു കരയുന്നു. നിരോഷ ഇതൊക്കെ കേട്ട് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു. എന്റെ അച്ഛൻ ഇങ്ങനത്തെ ആളല്ല. ഇവർ ഉറപ്പായിട്ടും കള്ളം പറയുകയാണ്. ഇങ്ങനെ അവൾ ചിന്തിക്കുന്നു. അപ്പോഴും ലീല മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. എങ്ങനെയെങ്കിലും ശങ്കറിനെ കൊല്ലണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. ഇവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശാന്തി ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവളോട് സത്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊല്ലണം. ഇങ്ങനെ ആലോചിച്ച് അവൾ ശാന്തിയെ തിരയുന്നു. ഇങ്ങനെ ശാന്തിയെ കണ്ടപ്പോൾ ലീല അവളെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. ശാന്തി, ശങ്കർ എന്ന പേരുള്ളൊരു രോഗിയില്ലേ, അവനെ കൊല്ലണം. ലീല, നിനക്ക് വട്ടായോ? എന്താണ് നീ പറയുന്നത്? ഒരാളുടെ ജീവൻ എടുക്കാൻ പറയുകയാണോ? നീ ഒച്ച ഉണ്ടാക്കല്ലേ. അയാൾ ജീവിച്ചിരുന്നാൽ ഞാൻ ജയിലിലേക്ക് പോകേണ്ടി വരും. എന്താണ് ഉണ്ടായത്? ഒന്ന് വ്യക്തമായി പറയൂ. എനിക്ക് ശങ്കറിനെ ഇഷ്ടമായിരുന്നു. എന്ത് ചെയ്തിട്ടും അവനെ എന്റെ ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവന്റെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ അവിടെ പോയി അവനോട് എന്നെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു. അവർ വീണ്ടും വീണ്ടും ഇല്ല എന്ന് പറയുകയായിരുന്നു. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ അവന്റെ തല ചുമരിന്മേലിടിച്ചു. തലയ്ക്ക് പരിക്കുപറ്റി. അവൻ താഴെ വീണു. അപ്പോ എനിക്ക് പേടിയായി. ശങ്കർ, എഴുന്നേൽക്ക് ശങ്കർ. ശങ്കർ, നിനക്ക് എന്തു പറ്റി? ഇങ്ങനെ ഞാൻ ആലോചിച്ചു. അവൻ എന്തെങ്കിലും ഉണ്ടായാൽ അത് എന്റെ മേലെ വരും. അതുകൊണ്ട് ഞാൻ എന്റെ അച്ഛന്റെ കള്ളുകുപ്പിയെടുത്ത് അവന്റെ മേലും വായിലും ഒഴിച്ചു കൊടുത്തു. അവനാണ് കുടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നത്. അവന്റെ ഭാര്യയും മോളും വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവർ വരുന്നത് കണ്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രങ്ങൾ കീറി അവൻ എന്നോട് മോശമായി പെരുമാറി എന്ന് അവരോട് പറഞ്ഞു. ഞാൻ അവൻ മരിച്ചു എന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ നോക്കിയപ്പോൾ അവൻ തല ചുറ്റി വീണതാണ്. അവൻ രക്ഷപ്പെട്ടാൽ എന്റെ കാര്യം പോക്ക. ഞാൻ എന്തായാലും ജയിലിൽ പോകും. നീ എന്തെങ്കിലും ചെയ്യേ. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എന്താ പറയാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് നിരോഷ കേൾക്കുന്നു. ലീലാൻറ്റി, കള്ളം പറയുകയായിരുന്നു. എന്റെ അച്ഛൻ നല്ല മനുഷ്യനാണ്. ഇതിപ്പോൾ തന്നെ അമ്മയോട് പറയണം. ഇങ്ങനെ ആലോചിച്ച് നിരോഷ അവിടുന്ന് പോകുമ്പോൾ ലീല നിരോഷയെ കാണുന്നു. അയ്യോ ദൈവമേ, എല്ലാം ഇവള് കേട്ടല്ലോ. ഇവളെല്ലാം പറഞ്ഞ പിന്നെ എല്ലാം കുളമായി. ഇങ്ങനെ പറഞ്ഞ ലീല നിരോഷയുടെ പിന്നാലെ പോകുന്നു. നിരോഷയെ പിടിച്ച് ശാന്തിയുടെ അടുത്തേക്ക് പോകുന്നു. ശാന്തി, ഇവൾക്ക് എന്തെങ്കിലും ബോധം കെടുത്തുന്ന ഇഞ്ചക്ഷൻ കൊടുക്ക്. അത് കേട്ട് ശാന്തി ശരിയെന്ന് പറഞ്ഞ് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നിരോഷയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ തന്നെ അവൾ താഴേക്ക് വീഴുന്നു. അവർ അവളെ ഒരു കട്ടിലിൽ കിടത്തുന്നു. ശാന്തി, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്ത് ആളെ കൊന്നോളാം. നീ ഒന്ന് നിൽക്കിവിടെ. ഇങ്ങനെ അവൾക്ക് ധൈര്യം കൊടുത്ത് ശങ്കറിന്റെ മുറിയിലേക്ക് പോകുന്നു. അവിടെ നിൽക്കുന്ന ഭാര്യയോടും അമ്മയോടും ഇങ്ങനെ പറയുന്നു. ഐസിയുവിന്റെ മുന്നിൽ ഇവിടെ ആർക്കും നിൽക്കാൻ പറ്റില്ല, പൊക്കോളൂ. ഇങ്ങനെ അവരെ പറഞ്ഞയക്കുന്നു. ശാന്തി ഉള്ളിൽ പോയി സെലൈനിൽ വിഷം കലർത്തുമ്പോൾ അവിടെ ഡോക്ടർ വരുന്നു. സിസ്റ്റർ, അവരുടെ തല വെച്ച് കെട്ടിയില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. എന്തു പറ്റി? എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. അപ്പോൾ ശരിയെന്ന് പറയുന്നു. അപ്പോഴേക്കും ശങ്കറിന് ബോധം വരുന്നു. എഴുന്നേൽക്കണ്ട, അവിടെ തന്നെ കിടന്നോളൂ. അപ്പോൾ ഡോക്ടർക്ക് ഒരു കോൾ വരുന്നു. സിസ്റ്ററിനോട് നോക്കാൻ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു.
ഞാൻ ആരാണ്? ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ശങ്കർ ചോദിക്കുന്നു. അപ്പോൾ ശാന്തി ആലോചിക്കുന്നു. എന്താ ഇത്? ഇതെങ്ങനെ പറ്റി? അയ്യോ ദൈവമേ, തലയിൽ പരിക്ക് പറ്റിയതുകൊണ്ട് ഓർമ്മശക്തി പോയോ? അങ്ങനെയാണെങ്കിൽ പിന്നെ കൊല്ലണ്ട ആവശ്യമില്ലല്ലോ. ശാന്തി ഇങ്ങനെ ആലോചിക്കുന്നു. പുറത്ത് ആളുകളൊക്കെ കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നു. ശാന്തി കൊന്നുകളഞ്ഞോ? അതിന്റെ ആവശ്യമില്ല. കാരണം അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? അപ്പോൾ ശാന്തി ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറയുന്നു. പുറത്ത് ആരുമില്ല. ചിലപ്പോൾ കുട്ടിയെ അന്വേഷിക്കുകയാകുമെന്ന് പറയുന്നു. ഇതൊരു നല്ല അവസരമാണ് ശങ്കറിനെ എന്റെ ആക്കാൻ. ഞാൻ ശങ്കറിനെ കൊണ്ടുപോവുകയാണ്. ഈ കുട്ടി പുറത്തിറങ്ങരുത്. പണം നീ എടുത്തോ. അങ്ങനെ പറഞ്ഞ് പണം അവൾക്ക് കൊടുത്ത് ശങ്കറിന്റെ മുറിയിലേക്ക് പോകുന്നു. ശങ്കർ, എഴുന്നേറ്റോ? വീട്ടിലേക്ക് പോകാം. ശങ്കർ ആശ്ചര്യപ്പെട്ടു നോക്കുന്നു. നിങ്ങളാരാ? ഞാൻ നിന്റെ ഭാര്യ ആവാൻ പോകുന്ന പെണ്ണാണ്. നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ് നിന്റെ തലയിൽ പരിക്ക് പറ്റിയതാണ്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അത് ശരിയാ. ഇവിടെ കിടന്നാൽ ഒന്നും വരില്ല. നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഒന്നും മിണ്ടാതെ പിന്നിലെ വഴിയിലൂടെ ശങ്കറിനെയും കൊണ്ട് ലീല ഓട്ടോ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. കുമാരിയും അമ്മയും കുട്ടിയെ അന്വേഷിച്ച് ചിലപ്പോൾ അച്ഛന്റെ അടുത്ത് ഉണ്ടാകുമെന്ന് കരുതി ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ശങ്കറിനെ കാണാത്തതുകൊണ്ട് പേടിച്ചു പോകുന്നു. അപ്പോൾ തന്നെ അവൾ ലീലയെ വിളിക്കുന്നു. പക്ഷെ ലീലയുടെ ഫോൺ ഓഫായിരുന്നു. അവർ പേടിക്കുന്നു. അവർ ശാന്തിയോട് ഇങ്ങനെ ചോദിക്കുന്നു. അവർ നിങ്ങളുടെ മുന്നിലൂടെയല്ലേ കുട്ടിയുമായി പോയത്? പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇങ്ങനെ ശാന്തി കള്ളം പറയുന്നു. അവരെ തിരഞ്ഞവർ പുറത്തേക്ക് പോകുന്നു. ശാന്തിയെ കുട്ടിയെ ഒളിപ്പിച്ചു വെക്കുന്നു. അവർ ശങ്കറിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെയും കണ്ടില്ല. അവർ വീടിന്റെ അടുത്ത് വിഷമിച്ചിരിക്കുന്നു. അപ്പോ അവിടെ ലീല വന്ന് ഒന്നും അറിയാത്ത പോലെ ശങ്കറിന് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുമാരി കരഞ്ഞുകൊണ്ട് എല്ലാം പറയുന്നു. ഇതൊക്കെ കേട്ട് ലീല ഒന്നും അറിയാത്ത പോലെ വിഷമിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നു. ശങ്കറിന് നിന്നെ നേരിടാനുള്ള പ്രയാസം കൊണ്ടായിരിക്കും കുട്ടിയുമായി പോയിട്ടുണ്ടാവുക. നീ പേടിക്കണ്ട. അവർ തിരിച്ചു വരും. പിന്നെ ഞങ്ങളും ഈ വീട് വിട്ട് ദൂരേക്ക് പോവുകയാണ്. സമയം ഒട്ടും ശരിയല്ല. ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ തന്നെ ശങ്കറുമായി അവൾ വേറെ നാട്ടിലേക്ക് പോകുന്നു. അവിടെ ശങ്കറുമായി വിവാഹം കഴിക്കുന്നു. ശാന്തി കുട്ടിയെ ഒരു ബോക്സിലാക്കി മെഡിക്കൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് വണ്ടിയിൽ ഇടുന്നു. ആ വണ്ടി അവിടെ നിന്ന് പോകുന്നു. സമാധാനമായി. ഇനി ആ കുട്ടി എവിടെ എത്തുമോ എന്തോ. പാവം. അല്ലെങ്കിലും എനിക്കെന്താ കുഴപ്പം? ലീല കാരണം ഞാൻ ലക്ഷപ്രഭുവായി. ശാന്തി ഇങ്ങനെ ആലോചിക്കുന്നു. കുമാരിയും അമ്മയും ശങ്കരനെയും നിരോഷയെയും കാണാതായതിൽ എല്ലായിടത്തും തിരയുന്നു. അപ്പോൾ നിരോഷ ഇനി എവിടെയെത്തും? ശങ്കർ ലീലയെ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു. ശങ്കറിന് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ എന്തുണ്ടാകും? ലീലയ്ക്ക് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ അടുത്ത ഭാഗത്തിൽ കാണാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ കഥകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.